ടീം ബിയുടെ മത്സരത്തിലേക്ക് നിങ്ങളുടെ കാവ്യം. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. വെരി ഗുഡ്. ആശയം വിശദീകരിക്കാൻ. അതീവ സുന്ദരിയായ അഹല്യയിൽ ആകൃഷ്ടനായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം സ്വീകരിച്ച് അഹല്യയുടെ മുന്നിലെത്തുകയും ഇതറിഞ്ഞെത്തുന്ന ഗൗതമ മഹർഷി ഇന്ദ്രദേവനെയും അതുപോലെ തന്നെ അഹല്യയും ശപിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ അഹല്യയോട് എങ്ങനെ ശാപമോക്ഷം ലഭിക്കും എന്ന് അരുളി ചെയ്യുന്നതാണ് സന്ദർഭം. വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമൻ എന്ന് ഈ കാട്ടിലൂടെ വരുന്നു. അന്ന് ശ്രീരാമന്റെ പാദസ്പർശം നിനക്ക് കിട്ടുന്നുവോ അന്ന് നിന്റെ ദുരിതങ്ങളെല്ലാം തീരും. പിന്നെ ശ്രീരാമനെ ഭക്തിയോടെ പൂജിച്ച് പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നിന്ന് നാഥനെ സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ പൂതമാനസിയായാൽ നിനക്ക് എന്നെ ശുശ്രൂഷിക്കാം എന്നാണ് ഗൗതമ മഹർഷി അഹല്യയോട് പറയുന്നത്.